ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം മുതൽക്കാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. 13-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകമാണ്. സൂത ഉവാച വിദുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ മുനിഗതിം ജ്ഞാത്വാഗാധാസ്തിനപുരം തയാ വാപ്തവിവത്സിതാം. വിദുരഃ തീർത്ഥയാത്രായാം മൈത്രേയാദ് ആത്മനഃ ഗതിം ജ്ഞാത്വാ അഗാത് ഹസ്തിനപുരം തയാ അവാപ്ത വിവത്സിത. അതായത് സൂതഗോസ്വാമി പറയാണ്, തീർത്ഥയാത്രയ്ക്ക് വിതുരൻ പുറപ്പെടുന്ന ആ സമയത്ത് വിതുരൻ ഉദ്ദേശിച്ചത് എന്താണ്? തനിക്ക് തീർത്ഥയാത്രയെ സഞ്ചരിക്കണം, അതിൽ സത്സംഗം, എവിടെയെങ്കിലും സജ്ജനങ്ങളുടെ സംഘം വേണമെന്നും വിതുരൻ ആഗ്രഹിച്ചു എന്നാണ്. അപ്പം അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് യമുനാ തീരത്ത് വെച്ച് ഉദ്ധവനെ കണ്ടത്. ഉദ്ധവനിൽ നിന്നും വിതുരന് കേൾക്കാൻ സാധിച്ചു. വിതുരർക്ക് കേൾക്കാൻ സാധിച്ചത് ഉദ്ധവൻ ഭഗവാനിൽ നിന്നും ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ച് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ബദരികാശ്രമത്തിലേക്ക് പോകുന്ന വഴിയിലാണ് വിതുരൻ ഉദ്ധവനെ കണ്ടത്. അപ്പോൾ അതിന് കുശലാന്വേഷണങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വിവരങ്ങൾ, അതായത് പ്രഭാസ തീർത്ഥക്കരയിൽ വെച്ചും ഉദ്ധവനെ ഉപദേശങ്ങൾ കേൾക്കാൻ സാധിച്ചു എന്നൊക്കെ കേട്ട സമയത്ത് വിതുരന് ആഗ്രഹം തോന്നിയത് കേൾക്കണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഉദ്ധവന് ഉപദേശം കൊടുക്കുന്ന ആ സമയത്ത് മൈത്രേയ മഹർഷി അവിടെ വന്നിരുന്നു. മൈത്രേയ മഹർഷിക്ക് ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങ് മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പോയിക്കോളൂ, അങ്ങക്ക് ഉപദേശങ്ങളെല്ലാം കേൾക്കാൻ സാധിക്കും എന്ന് ഉദ്ധവൻ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് വിതുരൻ ഹരിദ്വാരത്തിലെ മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിൽ, ഗംഗാനദീ തീരത്തിലുള്ള ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ കഥകളൊക്കെ നമ്മൾക്ക് തൃതീയ സ്കന്ധം, ചതുർത്ഥ സ്കന്ധം കത്തിൽ കൂടെയാണ് ഈ കഥകളെല്ലാം നമ്മൾക്ക് അവിടെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കേൾക്കാനായിട്ട് സാധിക്കാം. അപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിതുരൻ മൈത്രേയ മഹർഷിയോട് തനിക്ക് ആത്മീയമായ കാര്യങ്ങൾ കുറേ അറിയണം. അതിന് മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമകൾ, സജ്ജനമായിട്ടുള്ള നാരദ മഹർഷിയുടെ മഹിമകൾ, ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് തൻ്റെ ഉദ്ദേശം സഫലമായി എന്നുള്ള ഭാവത്തോടെയാണ് മൈത്രേയാത് ആത്മനഃ ഗതിം. അതറിഞ്ഞിട്ടാണ് വിതുരൻ തൻ്റെ ഉദ്ദേശം സാധിച്ചു,
അത് അപ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള ഒരു ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് വിതുരൻ ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചെത്തിയത് എന്നാണ് ഈ അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിതുരൻ വാസ്തവത്തിൽ ആരാണ്? സാക്ഷാൽ ധർമ്മരാജാവ് തന്നെ, യമധർമ്മ രാജാവ് തന്നെ ആണ് ഇവിടെ പൂരുവംശത്തിലുള്ള ഒരു പൂർവവംശത്തിലെ രാജകുടുംബത്തിൽ, അതായത് ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും അവരൊക്കെ ഒന്നിച്ച് തന്നെ അവിടെ ഒരു ദാസീപുത്രനായിട്ട് ജനിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നാലും വിതുരന് അവിടെ വളരെ വേദവ്യാസ മഹർഷിയുടെ വ്യാസദേവൻ്റെ പുത്രൻ തന്നെയാണ് വിതുരൻ. ശൂദ്രാണിയിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിലും വിതുരന് ആ കൊട്ടാരത്തിൽ വളരെ ഉയർന്നൊരു സ്ഥാനം കൊടുത്തിരുന്നു. ചെറിയച്ഛനാണ്, നല്ല സ്ഥാനം കൊടുത്തിരുന്നു. അപ്പോൾ വിതുരന് ധൃതരാഷ്ട്രര് വളരെ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ ആണ് ഈ കൊട്ടാരത്തിൽ കഴിയുന്നത്. കാരണം ആത്മീയമായുള്ള കാര്യങ്ങൾക്ക് യാതൊരു ശ്രദ്ധയില്ലാതെ ഒരുപാട് പ്രായമായി, എന്നിട്ട് ഇപ്പോഴും പാണ്ഡവന്മാരുടെ സംരക്ഷണത്തിൽ ഇത് തന്നെ സുഖം എന്ന് വിചാരിച്ചുകൊണ്ട് കഴിയുക, ഭൗതികത്തിലേക്ക് വിരക്തി വരാതെ. ഇത് നേരിട്ട് ആ ധൃതരാഷ്ട്രയെ കണ്ട് വിവരങ്ങളെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉപദേശങ്ങൾ കൊടുത്ത് ഭൗതികത്തെ വിരക്തി വരുത്താനായിരുന്നു വിതുരൻ്റെ ഉദ്ദേശം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വിതുരൻ എന്താണ് തൻ്റെ ഉദ്ദേശം എന്നുള്ളതൊന്നും ആദ്യം പറഞ്ഞില്ല. മൈത്രേയ മുനിയിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തീർത്ഥാടനത്തിന് യാത്രയായി വിതുരൻ എന്നാണ്. എന്നിട്ട് ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വന്നു. യാവത കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രത ജാതേക ഭക്തിർ ഗോവിന്ദേ തേഭ്യശ്ചോപരരാമഃ. യാവതഃ കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാ അഗ്രതഃ ജാത ഏക ഭക്തി ഗോവിന്ദേ തേഭ്യ ച ഉപരരാമഃ. അതായത് എന്തെല്ലാം ചോദ്യങ്ങളാണോ വിതുരൻ ചോദിച്ചത്, ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ മൈത്രേയ മുനി മറുപടി പറഞ്ഞു. പിന്നെ അതിൽ നിന്നും എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്? അപ്പോൾ ആ മനസ്സിന് വളരെയധികം പക്വതയുള്ളൊരവസ്ഥയായി തീർന്നു വിതുരനെ എന്നാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഗോവിന്ദനെ, കൃഷ്ണനെ അറിയുക എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് ഹസ്തിനപുരത്തേക്ക് തിരിച്ചു വരണം, ധൃതരാഷ്ട്രർക്കും കൂടി ഇത് പകർന്നു കൊടുക്കണം എന്നുള്ളത് തോന്നി. അങ്ങനെയാണ് വിതുരൻ ഹസ്തിനപുരത്തിൽ എത്തിച്ചേർന്നത് എന്നാണ്. അപ്പോൾ പലരും തത്വജ്ഞാനത്തിൽ കൂടെ ആ മാർഗങ്ങളിൽ കൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് സൈദ്ധാന്തിക പദ്ധതിക്കൂടെയും ബുദ്ധിപരമായിട്ടുള്ള അഭ്യാസങ്ങളിലൂടെയൊക്കെ പരമസത്യത്തെ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ ആത്യന്തികമായ ലക്ഷ്യത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബദ്ധാത്മാവ് വീണ്ടും അധപ്പതനത്തിൽ എത്തിച്ചേരുന്നു, വീണ്ടും ഭൗതിക പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു, എന്നിട്ട് പരോപകാരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ജീവാത്മാവിന് സംതൃപ്തി നൽകുന്നതിൽ ഒരു ജീവൻ വാസ്തവത്തിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അഭികാമ്യമായിട്ടുള്ള കർമ്മങ്ങൾക്കോ ശുഷ്കമായിട്ടുള്ള തത്വശാസ്ത്ര ചിന്തകൾക്കോ നമുക്ക് സംതൃപ്തി തരാൻ, നമുക്ക് സന്തോഷം തരാൻ സാധിക്കില്ല എന്നാണ്. പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ശാശ്വതനായ സേവകനാണ്, എറ്റേണലായിട്ടുള്ള സർവൻ്റാണ് ഒരു ജീവൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഭഗവാനെ സേവിച്ചാൽ മാത്രമേ ശാശ്വതമായ സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ് ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദർ സൂചിപ്പിക്കുന്നത്. 3-4 ശ്ലോകങ്ങൾ. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്രോ യുയുത്സുശ്ച സൂതശാരദ്വതപൃഥാ ഗാന്ധാരിം ദ്രൗപദീം ബ്രഹ്മൻ സുഭദ്രാ ചോത്തരാ കൃപേ അന്യാശ്ച ജാമയ പാണ്ഡോർ ജ്ഞാതയ സസുതാ സ്ത്രിയാം
തം ബന്ധും ആഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹ അനുജഃ ധൃതരാഷ്ട്രഃ യുയുത്സുഃ ച സൂതഃ ശാരദ്വത പൃഥാ ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്ര ച ഉത്തര കൃപി അന്യാഃ ച ജാമയഃ പാണ്ഡോഃ ജ്ഞാതയഃ സസുതാഃ സ്ത്രീയഃ തം. അതായത് കൊട്ടാരത്തിൽ വിതുരന് മടങ്ങിയെത്തിയത് കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷം കൊടുക്കുന്ന അവസ്ഥയായിരുന്നു. യുധിഷ്ഠിരൻ, പിന്നെ യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരായിട്ടുള്ളവർ പാണ്ഡവന്മാരെല്ലാവരും, ധൃതരാഷ്ട്രർ, സാത്യകി, സഞ്ജയൻ, കൃപാചാര്യർ, കുന്തിദേവി, പിന്നെ കൗരവന്മാരുടെ മറ്റു പത്നിമാർ ദ്രൗപദി, ഉത്തര, കൃപീദേവി, സുഭദ്ര, ഇവർക്കൊക്കെ എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരുടെയും ബന്ധുവാണ്, എല്ലാവരുടെയും സ്നേഹം ബഹുമാനം അർഹിക്കുന്നു വിതുരൻ എന്നതാണ്. എല്ലാവർക്കും വളരെ സന്തോഷമായി എന്നാണ്. വളരെയധികം എല്ലാ വിധത്തിലുള്ള ഒരുപാട് കാലം ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയിട്ട് ആ ശരീരത്തേക്ക് ജീവൻ തിരിച്ചു വരുന്ന സമയത്ത് എന്തൊരു സന്തോഷം ഉണ്ടാവും. ഇതേപോലെയാണ് തിരിച്ചു വന്ന വിതുരനെ കണ്ട സമയത്ത് എല്ലാവർക്കും സന്തോഷം അനുഭവപ്പെട്ടത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അതിൽ ചില പ്രഭുപാദർ അനവധി വ്യാഖ്യാനങ്ങൾ വളരെയധികം വിശദമായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം വ്യാഖ്യാനം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ഈ ശ്രീമദ് ഭാഷയിലെ പ്രഭുപാദർ എഴുതിയിട്ടുള്ള വ്യാഖ്യാനം ആർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് അതിൻ്റെ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥങ്ങൾ, അതിനനുബന്ധിച്ച കഥകളെല്ലാം അതിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾക്ക് മറ്റൊരു ഗ്രന്ഥത്തിന് ആനന്ദത്തിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ഗ്രന്ഥത്തിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല. ഇത് മുഴുവൻ പറയാനിവിടെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അതിനടുത്ത് പറയാമെന്ന് മാത്രമേ നമ്മൾക്ക് സാധിക്കുള്ളൂ. കാരണം അത്രയും ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ്. ഇപ്പോൾ തീർത്ഥങ്ങളുടെ രാജാവ് ആരാണ്? കുംഭമേള നടക്കുന്നു അവിടെ. പ്രയാഗ് രാജാണ് തീർത്ഥങ്ങളുടെ രാജാവ്. തീർത്ഥങ്ങളുടെ ഗുരു ആരാണ്? സാക്ഷാൽ പുഷ്കര തീർത്ഥം, ബ്രഹ്മാവിൻ്റെ പേരിലുള്ള തീർത്ഥം പുഷ്കര തീർത്ഥമാണ്. അപ്പോൾ തീർത്ഥങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ്? അതൊരു സംശയം തോന്നാം നമ്മൾക്ക്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പക്ഷേ തീർത്ഥങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ്? സാക്ഷാൽ കാശി വിശ്വനാഥനാണ്. നമ്മളുടെ ഇന്നത്തെ ഭൗതികമായ ലോകത്തിലുള്ള പ്രധാനമന്ത്രിമാരൊക്കെ ഇങ്ങനെ മാറി വരും. 5 വർഷം രാജ്യം അല്ലെങ്കിൽ 10 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ അവർ മറ്റൊരു പ്രധാനമന്ത്രി വരും, മറ്റൊരു പ്രസിഡന്റ് വരും, മറ്റ് നമ്മളെ നിയന്ത്രിക്കുന്ന മറ്റുള്ള ഭരണാധികാരികൾ വരും. പക്ഷേ ഇവിടെ അതല്ല. ശാശ്വതമായിട്ട് പ്രധാനമന്ത്രി ആരാണ്? സാക്ഷാൽ മഹാദേവൻ തന്നെ, കാശി വിശ്വനാഥൻ. കാശി വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ട്. കാരണം അവിടെ ഒരു ഭാഗം മുഴുവൻ ഹരിക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ, മഹാവിഷ്ണു ഭഗവാന്റെ വളരെയധികം ചൈതന്യമുള്ള വളരെ അത്ഭുതാവഹമായിട്ടുള്ള ലീലകൾ നടന്നിട്ടുള്ള സ്ഥലമാണ് അവിടെ. ഹരിയുടെ അവിടെ ബിന്ദുമാധവ ക്ഷേത്രം മുതലായിട്ടുള്ള വിശേഷപ്പെട്ട അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഇതെല്ലാം ശ്രീകൃഷ്ണ രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പിന്നെ മഹാവിഷ്ണു ഭഗവാന്റെയും ഒക്കെ ചൈതന്യം ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ ഒരു ഭാഗം മുഴുവൻ മഹാദേവനെ സംബന്ധിക്കുന്ന ക്ഷേത്രം ആണ്. മഹാദേവൻ സകല ജീവജാലങ്ങളോടും വളരെയധികം കരുണയുള്ള ആളാണ് എന്നാണ്. ആരും സ്വീകരിക്കാത്തവരാ. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, ഇവരൊക്കെ വല്ലവരും സൂക്ഷ്മാണ്ഡങ്ങൾ, പിന്നെ ബ്രഹ്മരക്ഷസുകൾ, ഇവരൊക്കെ വല്ലവരും സ്വീകരിക്കുമോ? അവരൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ സംരക്ഷിക്കുന്ന ആളാണ്. അപസ്മാരത്തിൻ്റെയൊക്കെ ദേവത. ഇവരൊക്കെ ആരെങ്കിലും അവരൊക്കെ സ്വീകരിക്കുമോ? മഹാദേവൻ അവരെ മുഴുവൻ തന്നോട് ചേർത്ത് നിർത്തിയിട്ട് കരുണയോടുകൂടി അവരൊക്കെ സംരക്ഷിക്കുന്ന ആൾ. ഭൂതപ്രമഥ നായക എന്ന് മഹാദേവനെ പറയും. അപ്പോൾ പ്രധാനമന്ത്രിമാരുടെ എറ്റേണലായിട്ടുള്ള പ്രധാനമന്ത്രി ആരാണ്? സാക്ഷാൽ കാശി വിശ്വനാഥൻ. അപ്പോൾ നമ്മളുടെ ശ്രീമദ് ഭാഗവതം എന്നുള്ള ഗ്രന്ഥത്തിൽ പ്രയാഗരാജ് എല്ലാ തീർത്ഥങ്ങളും
എല്ലാ സാഗരങ്ങളും എല്ലാ സജ്ജനങ്ങളും എന്തെല്ലാം ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുണ്ടോ അതെല്ലാം ഈ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്നാണ്. ഉദ്ധവൻ ഭഗവാനോട് സംസാരിക്കുന്ന സമയത്ത് ഉദ്ധവൻ പറയുന്നു, എൻ്റെ ഭഗവാനെ, അവിടുന്ന് ഈ ലോകം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ ഗതി ആളുകൾക്ക് ഉണ്ടാവുക ഭഗവാനെ എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു, ഞാൻ ഇവിടുന്ന് പോകുന്നില്ലേ ഉദ്ധവ, തിരോധായ പ്രവിഷ്ടോഹം ശ്രീമൽ ഭാഗവതാർണവം, ശ്രീമൽ ഭാഗവതമാകുന്ന സമുദ്രത്തേക്ക് ഞാൻ ലയിച്ചു ചേരുന്നു എന്നാണ്. ഇത് വെറുതെ പറയണതാണോ? അതല്ല. അതായത് ശ്രീമൽ ഭാഗവതത്തിൽ നിന്നും അതിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ തേജസ് അങ്ങനെ ഉദിച്ചുയർന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം എന്താ, ഭഗവാനിൽ നിന്നും ദിവ്യമായിട്ടുള്ള എല്ലാ തേജസ്സുകളും ശ്രീമദ് ഭാഗവത്തിൽ ഭഗവാൻ ലയിപ്പിച്ച് ചേർത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം വായിക്കുന്നയാൾ, അതിനെക്കുറിച്ച് അറിയുന്നയാൾ, അത് കേൾക്കുന്നവർ, അതേപോലെ തന്നെ അതിനു വേണ്ടി നമ്മൾക്ക് അനുഗ്രഹം തന്നിട്ടുള്ള ഭഗവാൻ, ഇവരൊക്കെ ആയിട്ട് പ്രത്യേക തരത്തിലുള്ള ബന്ധം ഭഗവാൻ തന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ, ശ്രീമദ് ഭാഗവതത്തിൽ പ്രത്യക്ഷ കൃഷ്ണയെ വഹി എന്ന് പറയാൻ കാരണം അതാണ് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. അപ്പം അവരെല്ലാവരും അവർക്ക് ആ ശരീരത്തേക്ക് ജീവൻ തിരിച്ചു വന്നതുപോലെ ആനന്ദം അനുഭവപ്പെട്ടു. പ്രത്യുജഗ്മോ പ്രഹർഷേണ പ്രാണം തന്വയവാഗതം അഭിസംഗമ്യ വിധിവൽ പരിഷംഗ അഭിവാദനൈ. പ്രത്യുജഗ്മോ പ്രതി ഉജ്ജഗ്മോ പ്രഹർഷേണ പ്രാണം തന്വ ഇവ ആഗതം അഭിസംഗമ്യ വിധിവൽ പരിഷ്വംഗ അഭിവാദനൈ. പല വിധത്തിലുള്ള അവരെ ശരീരത്തിലേക്ക് വീണ്ടും പ്രാണൻ തിരിച്ചു വന്നതുപോലെ വളരെ ആനന്ദത്തോടു കൂടി എല്ലാവരും വിതുരൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അവർ വിതുരനെ നമസ്കരിച്ചു, പിന്നെ പരസ്പരം ആശ്ലേഷിച്ചു. എല്ലാവരും വിതുരർക്ക് സ്വാഗതം പറയുന്നു എന്നാണ്. എന്നിട്ടോ 6ാമത്തെ ശ്ലോകം, മുമുജു പ്രേമബാഷ്പൗഖം വിരഹൗൽകണ്ഠ്യകാതര രാജാ തമർഹയാം ചക്രേ കൃതാസന പരിഗ്രഹം. മുമുജുഹു പ്രേമ ബാഷ്പ ഓഖം വിരഹ ഔൽകണ്ഠ്യ കാതരാഹ രാജ്ഞാ തം അർഹയാൻ ചക്രേ കൃത ആസന പരിഗ്രഹം. അതായത് എത്രയോ കാലത്തെ വിരഹം കൊണ്ട് എല്ലാവരും വിതുരനെ കണ്ട സമയത്ത് സ്നേഹത്തോടുകൂടെ കണ്ണീരുണ്ടായി, ആനന്ദത്തിൻ്റെ കണ്ണീരുണ്ടായി അവിടെ എന്നാണ്. അവരുടെ ഒരു ശബ്ദം കൊണ്ട്, ആനന്ദത്തിൻ്റെ ശബ്ദം കൊണ്ട് ആ സ്ഥലം മുഴുവൻ ശബ്ദമുഖരിതമായിട്ട് മാറുകയും ചെയ്തു. യുധിഷ്ഠിര മഹാരാജാവ് വളരെ സന്തോഷത്തോടുകൂടെ വിതുരനെ സ്വീകരിച്ചിട്ട് ആനയിച്ചു. എന്നിട്ട് വിശേഷപ്പെട്ട ഒരു പീഠത്തിൽ, സിംഹാസനത്തിൽ വിതുരനെ ഇരുത്തി നമസ്കരിച്ചുകൊണ്ട് കുശലങ്ങൾ അന്വേഷിക്കാൻ ആരംഭിച്ചു എന്നാണ്. തം ഭുക്തവന്തം വിശ്രാന്തമാസീനം സുഖമാസനെ പ്രശ്രയാവനതോ രാജ പ്രാഹതേഷാം ച ശൃണ്വതാം. തം ഭുക്തവന്തം വിശ്രാന്തം ആസീനം സുഖം ആസനെ പ്രശ്രയാ അവനതഃ രാജ പ്രാഹ തേഷാം ച ശൃണ്വതാം. വളരെ അധികം വിഭവസമൃദ്ധമായിട്ടുള്ള നിവേദ്യങ്ങൾ, ആഹാരങ്ങൾ കൊടുത്തു. പിന്നെ സുഖമായിട്ട് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. അതിനുശേഷം വിതുരനെ വിശേഷപ്പെട്ട ഒരു ഇരിപ്പിടത്തിൽ ഇരുത്തിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് വിതുരനോട് എല്ലാ വിധത്തിലുള്ള വിശേഷങ്ങളെക്കുറിച്ചിട്ടും അന്വേഷിച്ചു. മറ്റുള്ളവരെല്ലാവരും യുധിഷ്ഠിര മഹാരാജാവ് സംസാരിക്കുന്നത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും ചെയ്തു. കാരണം എല്ലാവരും ഈ ഒരു സംഗമത്തിൽ, സമാഗമത്തിൽ ആനന്ദം അനുഭവിക്കുന്നവരായിരുന്നു എന്നാണ്. അപ്പോൾ എന്താണ് ഈ നമ്മളുടെ പഴയ പാരമ്പര്യം എന്താണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ശത്രുവാണെങ്കിലും അവനവൻ്റെ ഗൃഹത്തിൽ വന്നാൽ അവർക്ക് വേണ്ട സ്വീകരണം കൊടുക്കണം.
ഭയമില്ലാതെ അവർക്ക് കഴിയാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം കാണാൻ സാധിക്കും നമ്മൾക്ക്. രാജസൂയ മഹായാഗത്തിന് വേണ്ടിയിട്ട് അതിന് നടത്താനായി ദിഗ്വിജയത്തിനായിട്ടാണ് ഭഗവാനും അർജുനനും ഭീമസേനനും ജരാസന്ധൻ്റെ രായുധൻ മഗധയിൽ എത്തിച്ചേർന്നത്. ആ മഗധയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭീമസേനും ജരാസന്ധനും യുദ്ധം ചെയ്യും. പക്ഷേ രാത്രി കഴിഞ്ഞാലോ സുഹൃദ്വന്നിശിതിഷ്ഠതോഹോ, രാത്രി സുഹൃത്തുക്കളെ പോലെ ഭയമില്ലാത്ത അവസ്ഥ, രാത്രി എഴുന്നേറ്റിട്ട് യുദ്ധം ചെയ്യില്ല. ജരാസന്ധൻ്റെ കൂടെയാണ് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം എന്നാണ്. മഹാഭാരത യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ്. രാത്രി വരെ യുദ്ധമുള്ളൂ, രാത്രി ആയി കഴിഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞ് യുദ്ധം നിർത്തിവെച്ച് പിന്നെ സുഹൃത്തുക്കളെ പോലെയാണ് എല്ലാവരും എന്നാണ്. അത് ധർമ്മയുദ്ധമാണ്, ഇന്നത്തെ യുദ്ധത്തിനെ പോലെയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുക്കളാണെങ്കിൽ പോലും അവർക്ക് ഒരിക്കലും ഭയമില്ലാത്ത ഒരവസ്ഥ ശത്രുഭവനത്തിൽ പോലും അതിഥികൾക്ക് ലഭിക്കാറുണ്ട്. അത് നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു പാരമ്പര്യം, ഭാരതീയമായുള്ള പാരമ്പര്യം അങ്ങനെയാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. പിന്നീട് 8ാമത്തെ ശ്ലോകം. അപിസ്മരധനോയുഷ്മൽ പക്ഷഛായാ സമയതാൻ വിവൽഗണാൽ വിഷാഗ്നാദിർ മോചിത യൽ സമാതൃകാഃ. അപിസ്മരധനോയുഷ്മൽ പക്ഷഛായാ സമേധിതാൻ വിവൽഗണാൽ വിഷാഗ്നാദിർ മോചിത യൽ സമാതൃകാഃ. അപി സ്മരഥ നഹ യുഷ്മൽ പക്ഷഛായാ സമേധിതാൻ വിപൽഗണാൽ വിപദ്ഗണാൽ വിഷാ അഗ്നേ ആദേഹേ മോചിത യൽ സമാതൃകാഃ. അതെ, യുധിഷ്ഠിരമഹാരാജാവ് പറയുന്നു, പല വിധത്തിലുള്ള അത്യാപത്തിൽ നിന്നും ഞങ്ങൾ അമ്മയോടുകൂടെ ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൃദ്ധയായിട്ട് ഞങ്ങളുടെ അമ്മയോടുകൂടെ ഞങ്ങൾ മാതാവിനോട് കൂടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ആ ആപത്തുകൾ ഞങ്ങൾക്ക് തട്ടാതെ ആരാ രക്ഷിച്ചത്? വാസ്തവത്തിൽ ഞങ്ങളുടെ ചെറിയച്ഛനായിട്ടുള്ള വിതുരനാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. അപ്പോൾ അതൊക്കെ അങ്ങ് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണോ പക്ഷിക്ക് ചിറക് ഉണ്ടാവും, ആ ചിറകുള്ള സമയത്ത് പക്ഷിക്ക് ആ പക്ഷിയുടെ ചിറകിൻ്റെ ഉള്ളിൽ പക്ഷിക്കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ച് നിർത്തും, എന്നിട്ട് ആപത്തുനിന്ന് രക്ഷിക്കും. ഇതേപോലെ പക്ഷഛായ സമയത്ത് അങ്ങയുടെ ആ പക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങയുടെ പക്ഷത്ത് രഹസ്യമായി ഞങ്ങളെ നിർത്തിക്കൊണ്ട് ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കുകയായിരുന്നു. അങ്ങ് ഇതെല്ലാം ഞങ്ങൾക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ്. ഒരിക്കലും ഈ വിതുരന് സ്വന്തം പുത്രന്മാർക്ക് വേണ്ടി ധൃതരാഷ്ട്രർ ചെയ്യുന്ന അതിക്രമങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. സമയം കിട്ടുമ്പോഴെല്ലാം ധൃതരാഷ്ട്രരെ ഉപദേശിക്കാറുണ്ട്. ധൃതരാഷ്ട്രരെല്ലാം വളരെ ഗംഭീരമായിട്ട് സമാധാനമായിട്ട് കേൾക്കും, ശ്രദ്ധയോടുകൂടെ കേൾക്കും, പക്ഷെ ഒന്നും അനുസരിക്കില്ല. ഏകദേശം നമ്മളെപ്പോലെ തന്നെ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. നമ്മളോട് ആചാര്യന്മാർ പറയും, നിങ്ങൾ നാമം ജപിക്കൂ, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും. 16 മാല ജപിക്കൂ, അതും കേൾക്കും. പിന്നെ ഭാഗവതം നിങ്ങൾ വായിക്കൂ, അതും കേൾക്കും. ക്ഷേത്രത്തിൽ പോകൂ, എല്ലാം കേൾക്കും. പക്ഷേ കേട്ട് കഴിഞ്ഞാലോ കേൾക്കും, ഒന്നും അനുസരിക്കില്ല. നാമം ജപിക്കുക പോലും വേണ്ട വിധത്തിൽ അനുസരിക്കില്ല. ഇതേപോലെ ധൃതരാഷ്ട്രർ എല്ലാം ശ്രദ്ധയോടുകൂടെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ നന്നായി പോകുന്നു തോന്നും, പക്ഷേ ഒന്നും അനുസരിക്കില്ല, ഒന്നും പ്രാക്ടിക്കലാക്കില്ല. ഏകദേശം നമ്മളെയൊക്കെ പോലെ തന്നെ പ്രാക്ടിക്കലാക്കുക എന്നുള്ളതില്ല എന്നാണ്. എല്ലാം കേൾക്കും, അനുസരിക്കില്ല. അതാണ് ധൃതരാഷ്ട്രയുടെ സ്വഭാവം. അതാണ് എപ്പോഴും വിതുരൻ ആ കുന്തിദേവിയുടെയും പാണ്ഡവരുടെയും രക്ഷയിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. ധൃതരാഷ്ട്രരാണെങ്കിലോ എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കാനുള്ള ശ്രമത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കൗരവന്മാരുടെ കൂടെയായിരുന്നു. ഇതാണ് ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. അപ്പോൾ ധൃതരാഷ്ട്രരുടെ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് തന്നെ ഈ ധൃതരാഷ്ട്രൻ എന്താ ഓർത്തത്? യുദ്ധം വരുന്നതിന് മുമ്പേ തന്നെ തൻ്റെ സഹോദരൻ്റെ പുത്രന്മാരെ നശിപ്പിക്കണം, അതായിരുന്നു ഉദ്ദേശം. ആ ഉദ്ദേശത്തിനനുസരിച്ചിട്ടാണ് വാരണാവതം എന്നുള്ള സ്ഥലത്ത് അരക്കില്ലം പണിഞ്ഞത്. ഇന്നത്തെ ഇത് ഡെഹ്റാഡൂൺ എന്ന സ്ഥലത്ത്, ദെഹ്റാദൂൺ എന്ന സ്ഥലത്തിന് പറയും. അതാണ് വാരണാവതം.
അവിടെയാണ് അരക്കില്ല എപ്പോഴും ഉണ്ട്. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം അവിടെ. അപ്പോൾ അവിടെ അരക്കില്ലം പണിഞ്ഞിട്ട് ഇവർ പാണ്ഡവന്മാർ ചുട്ടുകൊല്ലാനായിരുന്നു പരിപാടി എന്നാണ്. അതേപോലെ വനത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും ആപത്ത്, അതോ രാക്ഷസന്മാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവർ മരണപ്പെട്ടോട്ടെ, ഭീമസേനൻ പോയി കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവന്മാരുടെ ശക്തി കുറയാം, ഭീമസേനന് വിഷം കൊടുക്കുക. അങ്ങനെ മഹാഭാരത യുദ്ധത്തിന് മുമ്പേ എങ്ങനെ അവരെ നശിപ്പിക്കാൻ പറ്റുക എന്ന ധൃതരാഷ്ട്രയുടെ പരിപാടി മുഴുവൻ അതായിരുന്നു. ദുര്യോധനും ശകുനിയും എന്തിനും സഹായിച്ചുകൊണ്ട് കൂടെ ഉണ്ട്. വിതുരന് ഈ കള്ളക്കളികളെല്ലാം അറിയാമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ വിതുരൻ രക്ഷപ്പെടാനുള്ള ഉപായം പറഞ്ഞു കൊടുത്തു എന്നാണ്. കാരണം അരക്കില്ലുണ്ടാക്കിയ, മഹാഭാരതത്തിൽ രസകരമായിട്ടത് പറയുന്നുണ്ട്, അരക്കില്ലുണ്ടാക്കിയ സമയത്ത് അവിടെ ഒരു എലി ഇരിക്കുന്നതായിട്ട്, വളരെ ഭംഗിയായിട്ട് ഒരു ശില്പം എന്നേ തോന്നുന്നു, ഒരു എലി ഇരിക്കുന്നതായിട്ട് എന്ന് അവിടെ ഒരു സൂചന കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഈ അരക്കില്ലത്തിൻ്റെ ഗംഭീരമായുള്ള കൊട്ടാരം, അതിൻ്റെ ഒരു ഗൃഹപ്രവേശത്തിൻ്റെ സമയത്ത് ധൃതരാഷ്ട്രർ, അതേപോലെ ദുര്യോധനൻ, ശകുനി, കർണൻ, ആ ഭാഗക്കാരെല്ലാം ഗൃഹപ്രവേശത്തിൻ്റെ എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് വിതുരൻ യുധിഷ്ഠിരനോട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കണം, നമ്മൾക്ക് മനസ്സിലാവാത്തൊരു ഭാഷയാണ് സംസാരിക്കുന്നത് എന്നാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലാവും. അത് മ്ലേച്ഛ ഭാഷ എന്നാണ് പറയുക. ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ ഭഗവാനും വിതുരനും യുധിഷ്ഠിരനും മാത്രം ഇംഗ്ലീഷ് അവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അന്ന് വേറെ ആർക്കും അറിയില്ല, അത് സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല എന്നാണ്. അപ്പോൾ അവിടെ പറഞ്ഞത് എന്താ, അവിടെ ഒരു എലിയെ വെച്ചിട്ടുണ്ട്. സാധാരണ ഈ എലികളെങ്ങനെയാണ് പുറത്തേക്ക് പോവുക? ഒരു വീട്ടിൽ നിന്നും മാളത്തിൽ കൂടെ പുറത്തേക്ക് പോവുക അല്ലേ? ഇതേപോലെ എലിയെ വെച്ചത് എന്താണ്, എലിയെ വെച്ചതിൻ്റെ ചുവട്ടിലായിട്ട് ഒരു തുരങ്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീട് കത്തിക്കഴിഞ്ഞാൽ എലി രക്ഷപ്പെടുന്ന മാളത്തിൽ കൂടെയാണ്. അങ്ങനെ ഒരു സൂചന അവിടെ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ആർക്കും അത് മനസ്സിലായില്ല എന്നാണ്. അതുകൊണ്ടാണ് അരക്കില്ലത്തു നിന്ന് രക്ഷപ്പെടാൻ, തുരങ്കത്തിൽ കൂടെ രക്ഷപ്പെടാൻ പാണ്ഡവന്മാർക്ക് സാധിച്ചത്. ഇങ്ങനെ അനേകം സഹായങ്ങൾ പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് വിതുരൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സ്മരിക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഞങ്ങളോട് കൂടെ കുറച്ച് ദിവസം സുഖമായി താമസിക്കണം എന്നും യുധിഷ്ഠിരൻ പാണ്ഡവന്മാരും അവരും വിതുരനോട് അപേക്ഷിക്കുകയാണ്. പിന്നെ ചോദിക്കുന്ന വിശേഷങ്ങളൊക്കെ കയാവൃത്യാവർത്തിതം വത്സരൽ വീക്ഷിതി മണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനിഹ ഭൂതലേ. കയാവൃത്യാവർത്തിതം വത്സരൽ വീക്ഷിതി മണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനിഹ ഭൂതലേ. അപ്പോൾ ഈ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് തീർത്ഥാടനത്തിന് പല സ്ഥലത്തും സഞ്ചരിച്ചല്ലോ. അങ്ങനെ ആ സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങ് എങ്ങനെയായിരുന്നു ജീവിച്ചത്? ജീവിക്കുമെന്ന് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയും ഭക്ഷണം കഴിക്കണം, എവിടെയെങ്കിലും വിശ്രമിക്കണം, കുറച്ച് വെള്ളം കുടിക്കണം, ശരീരാവശ്യങ്ങൾ നിർവഹിക്കണം. അതൊക്കെ എങ്ങനെയാണ് അങ്ങ് ചെയ്തിരുന്നത്? പിന്നെ ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് അങ്ങ് സഞ്ചരിച്ചിട്ടുള്ളത്? അതൊക്കെ കേൾക്കണം എന്നുള്ളത് പറയാണ് എന്നാണ്. എന്തുകൊണ്ട് വിതുരൻ പോയത് അവിടുന്ന്? വിതുരന് രണ്ട് ഭാഗത്തും ചേരാൻ ആഗ്രഹമില്ല എന്നാണ്. ധൃതരാഷ്ട്രക്കെതിരായി നിൽക്കാനും ആഗ്രഹമില്ല. എന്നാൽ ധൃതരാഷ്ട്രരുടെ ഈ ദുര്യോധനൻ്റെയും ദുഷ്പ്രവൃത്തികളെ ന്യായീകരിക്കാനും നിവൃത്തിയില്ല. അതിന് വിതുരന് ഉപദേശങ്ങൾ കൊടുത്തു. ദുര്യോധനെ ഉപേക്ഷിക്കുക, എന്നാൽ ഈ കുലം രക്ഷപ്പെടുമെന്നത്. അത് ദുര്യോധനൻ കേട്ടുകൊണ്ട് ദുര്യോധനൻ വന്നു. ദുര്യോധനൻ വിതുരനെ പിടിച്ച് പുറത്താക്കാൻ ആജ്ഞാപിച്ചു ആരോടൊക്കെ. ഏതായാലും വിതുരന് വളരെ സന്തോഷം തോന്നി. കാരണം എനിക്ക് എവിടെയും ആരോടും ഒരു വല്ലാത്തൊരു സംഘമില്ലാതെ സഞ്ചരിക്കാമല്ലോ എന്നാണ്. തൻ്റെ വില്ല് ഗോപുരദ്വാരത്തിൽ വെച്ചുകൊണ്ടാണ് വിതുരൻ യാത്ര തിരിച്ചത് എന്നാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എവിടെയൊക്കെയാണ് അങ്ങ് പോയത് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രരോട് ചോദിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും അനേകം പുണ്യസ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇപ്പോഴും കാണാൻ സാധിക്കും. അതായത് ഹരിദ്വാർ, വൃന്ദാവനം, ജഗന്നാഥപുരി, പ്രയാഗരാജ്, അങ്ങനെ പല പുണ്യസ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നിരവധി മഹാഭക്തന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ
അവിടെ താമസിക്കുന്ന അവിടെ സന്ദർശിക്കാൻ ചെല്ലുന്നവർക്ക് പ്രത്യേകമായിട്ട് പ്രസാദങ്ങൾ കൊടുക്കാനുള്ള, ഇപ്പം നമുക്ക് കാണാം ഇവിടെ മഹാകുംഭമേള നടക്കുന്ന സമയത്ത് അവിടെ വരുന്നവർക്കൊക്കെ പ്രസാദ വിതരണമുണ്ട്. നല്ല ചൂടുള്ള പ്രസാദം, ഇഷ്ടംപോലെ പ്രസാദങ്ങൾ എല്ലാ മഹാക്ഷേത്രങ്ങളിലും. ഗുരുവായൂരപ്പൻ്റെ അടുത്തുണ്ട്, പിന്നെ വൃന്ദാവനത്തിലുണ്ട്, വൃന്ദാവനത്തിലെ ആശ്രമങ്ങളിലുണ്ട്, കാശിയിലുണ്ട്, എല്ലാ സ്ഥലത്തും അവിടെ തീർത്ഥാടകർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രസാദങ്ങൾ കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവർക്ക് താമസിക്കാനുള്ള ധർമ്മശാലകളുണ്ട്. ഇപ്പോൾ കുരുക്ഷേത്രത്തിലൊക്കെ 5 രൂപയെ കൊടുക്കണ്ടു താമസിക്കാൻ. കുരുക്ഷേത്രത്തിൽ റൂമിന് 5 രൂപയുള്ളൂ. വളരെ കുറഞ്ഞ ചിലവിൽ താമസിക്കാം. വലിയ വലിയ റൂമുകളൊക്കെ ഉണ്ട്, പക്ഷേ സാധാരണക്കാർക്ക് താമസിക്കാൻ 5 രൂപ കൊടുത്താൽ താമസിക്കാൻ സാധിക്കും. ധർമ്മസ്ഥലത്ത് 5 രൂപയുള്ളൂ റൂമിന് എന്നാണ്. അപ്പോൾ താമസിക്കാനും ആ പ്രസാദത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ആരും ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം അവരുടെ എല്ലാ സൗകര്യങ്ങളും, ആത്മാർത്ഥമാണ് യാത്ര എന്നുണ്ടെങ്കിൽ ഭഗവാൻ നോക്കിക്കോളും എന്നാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പരിചയത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മഹാത്മാവ് 6-7 തവണ വ്രജമണ്ഡല പരിക്രമ നടത്തി. അങ്ങനെ ആ പരിക്രമ നടത്തുന്ന സമയത്ത് അദ്ദേഹം 20 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവുക. 41 ദിവസത്തെ പരിക്രമത്തിന്, അദ്ദേഹത്തിൻ്റെ പരിക്രമത്തിന് 20 രൂപ കയ്യിലുണ്ടാവുക. മധുരയിലെത്താനുള്ള പൈസ ഓട്ടോന് അത്രയേ ഉള്ളൂ. പിന്നെ സഞ്ചരിക്കുകയാണ്. അവിടെ ഭക്ഷണത്തിനോ യാത്രയ്ക്കോ പ്രസാദത്തിനോ നടന്നു പോകുമല്ലേ, ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓരോ ഗൃഹത്തിൻ്റെ മുന്നിൽ നടക്കുന്ന പോണ സമയത്ത് ഓരോ ഗൃഹങ്ങളുടെ വ്രജമണ്ഡലത്തിലെ ഗൃഹങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് വ്രജവാസികളായിട്ടുള്ളവർ അവരെ പ്രത്യേകിച്ച് സ്വീകരിച്ച് വിശേഷപ്പെട്ട പ്രസാദങ്ങൾ കൊടുക്കും. ഒരു നിമിഷം പോലും വിസ്മരിക്കേണ്ടതായിട്ട് വന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മളുടെ സംസ്കാരം അതാണ് എന്നാണ്. ഒരു ശ്ലോകം കൂടി എടുക്കും. അപ്പോൾ പുണ്യസ്ഥലങ്ങളെ വളരെ പരമപവിത്രമാണ്. ഇന്ന് നമ്മൾക്ക് ആ പവിത്രതൊന്നും അധികം കാണാൻ സാധിക്കില്ല. അപ്പോൾ വാസ്തവത്തിൽ എന്താ വേണ്ടത്? നമ്മൾ സ്വയം പവിത്രമായിട്ട്, ശീല പ്രഭുപാദർ പറയുന്നു, നമ്മൾ സഞ്ചരിക്കുക. എങ്ങനെ വേണം? ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ച് ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ രൂപത്തിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് എവിടെയും സഞ്ചരിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന സൗകര്യങ്ങളോ ഉദ്ദേശിക്കുന്ന പവിത്രതയോ ഒരുപക്ഷെ കണ്ടില്ല. കലിയുഗത്തിൻ്റെ ആ ഒരു കരാളമായിട്ടുള്ള അവസ്ഥയിൽ ഈ സൗകര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കണ്ടില്ല എന്ന് വരാം. പക്ഷേ അവിടെ നമ്മൾ കാണാത്ത അദൃശ്യമായിട്ടുള്ള എന്തെന്നില്ലാത്ത പ്രഭാവമുണ്ട് അവിടെ. ഓരോ തീർത്ഥസ്ഥാനങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഓരോ ക്ഷേത്രങ്ങളിലും അത് കാണണമെങ്കിൽ നമ്മൾക്ക് മനസ്സ് പരിശുദ്ധമാവണം. പരിശുദ്ധമായിട്ടുള്ള മനസ്സുകൾക്ക് അദൃശ്യമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ആ ചൈതന്യത്തിനെ കാണാനും ഉൾക്കൊള്ളാനും സാധിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമത്തിനാണ്, അങ്ങനെയുള്ള പരിശ്രമമാണ് നമ്മൾ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെ, കൃഷ്ണ കോൺഷ്യസിൽ, അതേപോലെ അങ്ങനെയുള്ള ഗൗഡിയ സമ്പ്രദായത്തിൽ കൂടെ നമ്മൾ ആചാര്യന്മാർ, പല ആചാര്യന്മാരും ഭഗവാൻ ആ മനസ്സ് പവിത്രമാവാൻ, പരിശുദ്ധമാവാൻ വേണ്ട ഉപായങ്ങൾ പറഞ്ഞു നിർത്തുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? ഭഗവാന്റെ തിരുനാമ ജപം എന്നുള്ളത്. അവനവന് ഏതെങ്കിലും ശ്ലോകങ്ങളൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ആ ശ്ലോകങ്ങൾ ജപിക്കുക. എന്നിട്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ സാധിച്ചാൽ എവിടെയും പഴയ ആ പരിശുദ്ധത ഇന്നും അനുഭവപ്പെടും. അനുഭവമുള്ള കാര്യം, നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലാതിരിക്കില്ല. എവിടെയും നമ്മൾക്ക് രക്ഷ കിട്ടും, ഭഗവാൻ രക്ഷ തരും. ഹരേ കൃഷ്ണ. ആ നാമം ജപിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.